ഹലോ മക്കളെ, ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന് വേണ്ടി എല്ലാ മക്കളും ഏറ്റവും ഗംഭീരമായിട്ട് പഠിച്ച് ആരംഭിച്ച് കഴിഞ്ഞു. ക്ലാസ് 10 CBSEക്കകത്ത് ഒരുപാട് പേരുടെ മാർക്ക് നഷ്ടപ്പെടുന്ന ഭാഗം, ഒരുപാട് പേരുടെ പേടി സ്വപ്നം, ഒരുപാട് പേരുടെ എക്സാമിന് സമയം കളയുന്ന ഭാഗം, അതാണ് MCQs. 20 ക്വസ്റ്റിന് വേണ്ടി ഏകദേശം 1 മണിക്കൂർ ചെലവഴിക്കുന്നു. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ബോർഡ് എക്സാമിൽ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള സമയത്തിനകത്ത് നിങ്ങൾ MCQ ചെയ്യാൻ വേണ്ടിയിരിക്കുന്നു. 10:30 ബോർഡ് എക്സാം ആരംഭിക്കുന്നു. 10:30 മുതൽ 11:30 വരെ എല്ലാവരും MCQ ചെയ്യുന്നു. പിന്നെ വാച്ച് നോക്കുമ്പോൾ ബാക്കിയുള്ള 2 മണിക്കൂറുണ്ട്. 2 മണിക്കൂറിൽ ആൻസർ ചെയ്യേണ്ടത് ബാക്കിയുള്ള 60 മാർക്കിന്. 60 മാർക്ക് 2 മണിക്കൂർ. എത്രമേൽ ഹെക്റ്റിക് ആയിരിക്കും ബാക്കിയുള്ള 60 മാർക്ക് നമ്മൾ 2 മണിക്കൂർ കൊണ്ട് എഴുതുക എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും തന്നെ ആലോചിച്ച് നോക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ MCQന് വേണ്ടി ഒരിക്കലും 1 മണിക്കൂർ ചിലവഴിക്കാൻ വേണ്ടി പാടില്ല. അതിനുവേണ്ടി എല്ലാവരും ഇപ്പോൾ തന്നെ ട്രെയിൻ ചെയ്യണം. സ്കൂളിനകത്തുള്ള എക്സാംസ് ഒക്കെ തന്നെ ഉണ്ടാകുമ്പോൾ MCQs എല്ലാവരും അതിവേഗം ആൻസർ ചെയ്യാൻ വേണ്ടി പഠിക്കണം. അതിനുവേണ്ടി ഒരുപാട് ട്രിക്കുകളും ടിപ്പുകളും ഒക്കെ തന്നെയുണ്ട്. ഈ കാണുന്ന ട്രിക്കും ടിപ്പും എല്ലാവരും ഇപ്പോൾ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ MCQയും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ തന്നെ ശീലിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ബോർഡ് എക്സാം വരുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ അറൗണ്ട് ഒരു 30 മിനിറ്റ്സ് കൊണ്ട് 20 MCQ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടാകും. നിങ്ങൾക്ക് 1.5 മിനിറ്റാണ് ഒരു ക്വസ്റ്റ്യൻ വേണ്ടിയുള്ളത്. 1.5 മിനിറ്റ്സ്. 1.5 മിനിറ്റ്സ് നമുക്ക് മതിയാകുമോ? ഇതെല്ലാം തന്നെ ചോദ്യം. ത്രൂ പ്രാക്ടീസ് മാത്രമാണ് നമുക്ക് 1.5 മിനിറ്റ്സ് കൊണ്ട് ഈ പറയുന്ന MCQs എല്ലാം തന്നെ ചെയ്തു തീർക്കാൻ വേണ്ടി സാധിക്കുക. മക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിൽ വളരെ ഗംഭീരമായിട്ട് MCQ പ്രാക്ടീസ് ചെയ്യുന്നതിനാണ് സൈലത്തിൻ്റെ DPP ഉള്ളത്. ഒരു ക്ലാസ് കഴിയുമ്പോൾ ആ കാണുന്ന ക്ലാസ്സിന് കറസ്പോണ്ടിങ്ങിൽ DPPs നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്നതായിരിക്കും. ആ പറയുന്ന ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ MCQ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഒരു ക്ലാസ്സിന് കറസ്പോണ്ടിങ്ങിൽ 10 ക്വസ്റ്റ്യൻ. ആ കാണുന്ന ടോപ്പിക്കിൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള മുഴുവൻ ക്വസ്റ്റ്യൻ നമ്മൾ ആ കാണുന്ന ക്ലാസ് കഴിയുമ്പോൾ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബോർഡ് എക്സാമിന് ആ ഭാഗത്ത് നിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഈ പറയുന്ന DPPക്കകത്ത് NCERT ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഈ പറയുന്ന DPPക്കകത്ത് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഈ പറയുന്ന DPPക്കകത്ത് നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകും. അതായത് മുഴുവൻ കവറേജാണ് നമ്മൾ നൽകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഏതൊരു വിദ്യാർത്ഥിക്കും 1.5 മിനിറ്റ് കൊണ്ട് ഒരു MCQ ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. എല്ലാവർക്കും തന്നെ 30 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഗോൾ പ്രകാരമുള്ള 20 MCQs ആൻസർ ചെയ്യാൻ സാധിക്കും. എങ്കിൽ നമുക്ക് ബാക്കിയുള്ള 60 മാർക്കിന് വേണ്ടി 2.5 മണിക്കൂർ നമ്മുടെ കയ്യിലുണ്ടാകും. ബാക്കിയുള്ള 28 ചോദ്യങ്ങൾ നമുക്ക് ഏറ്റവും ഗംഭീരമായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതുമായിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയുള്ള സൈലത്തിൻ്റെ അസ്ത്ര ബാച്ച് ക്ലാസ്സുകളെല്ലാം തന്നെ ഏറ്റവും ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ആദ്യ പാഠം എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്ത് ഏറ്റവും ഗംഭീരമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകുന്ന ഈ നിമിഷത്തിനകത്ത് ഇപ്പോൾ നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അവസരമുണ്ട്. അതിനുവേണ്ടി എല്ലാവരും ഈ ഒരു ഫോൺ നമ്പർ 9995400800 ഇപ്പോൾ തന്നെ വിളിക്കൂ. ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അസ്ത്ര ബാച്ച് സ്വന്തമാക്കൂ. നമുക്ക് ഒന്നിച്ച് പഠിച്ചുകൊണ്ട് തന്നെ ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനകത്ത് ഫുൾ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കും. DPPക്ക് പുറമെ നമുക്ക് ഇൻസ്റ്റാഗ്രാമും മൈൻഡ് മാപ്പും ക്ലാസ്സുകളും നോട്ട്സുകളും എല്ലാം ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ഫുൾ മാർക്ക് ഉറപ്പിക്കാം ഗൈസ്. ബൈ. താങ്ക് യു ആൻഡ് സൈനിങ് ഓഫ് അഫ്നാസ് from Silent Learning. Bye.